എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയവരും കിട്ടാത്തവരും ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും ചുരുക്കമായിട്ട് തന്നെ പറയാം. അതുകൊണ്ട് ഇൻട്രോ എല്ലാം ക്യാൻസലാക്കി നമുക്ക് കാര്യത്തിലേക്ക് നടക്കാം. കിട്ടിയവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളുടെ അലോട്ട്മെന്റ് വിവരങ്ങൾ പരിശോധിക്കുക. കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യുക. അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. ശേഷം നിങ്ങളുടെ അഡ്മിഷന് പോകാൻ ആവശ്യമായ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തു വെക്കുക. ജൂൺ മാസം 15 നാളെ മുതൽ 17 വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ കിട്ടിയ സ്കൂളുകളിലേക്ക് പോവുക. നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി കിട്ടിയെങ്കിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കണം. പക്ഷേ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതെങ്കിലും ഓപ്ഷനാണ് ഇപ്പം അലോട്ട്മെൻറ്റായി കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ചേരാം. ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുന്നവർ നിർബന്ധമായിട്ടും പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. എന്നാൽ ബാക്കി ഏതെങ്കിലും ഓപ്ഷനുകളാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം, ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം. ഇനി അലോട്ട്മെൻറ്റ് സമയത്ത് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള ഫീസ് മാത്രമേ നിങ്ങൾക്ക് സ്കൂളുകളിൽ അടയ്ക്കേണ്ടതുള്ളൂ. ഇപ്പം അത് അലോട്ട്മെൻറ്റ് ലെറ്ററിൽ നിങ്ങൾ അടയ്ക്കണം എന്ന് പറയുന്ന ഫീസ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഫീസ് മാത്രമാണ് നിങ്ങൾ സ്കൂളുകളിൽ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. കൂടുതൽ ഫീസുകൾ നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ ചെയ്യേണ്ടത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാം അലോട്ട്മെൻറ്റ് ഉണ്ട്, മൂന്നാം അലോട്ട്മെൻറ്റ് ഉണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ